പോടമ്മായിരെ സുനിയാ? ഏത് സുനി? സുനീനെയൊക്കെ കൊന്ന്. ഇവൻ പറയുന്നിടത്താണ് ചാനലുകാരും കേരളത്തിലെ സ്ത്രീകളും. ഇവനൊന്നും ചെയ്തിട്ടില്ല, ഇവനാണ് പുണ്യാളൻ. ചെയ്തേക്കണവരൊക്കെ വേറെ ആൾക്കാർ. ആരായി സിനിമ സ്റ്റൈൽ ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നത്? നമ്മുടെ പൾസർ സുനിയല്ലേ? സംശയമൊന്നും വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് എന്താ പറയുക, നമ്മൾ അനീതി എന്നൊക്കെ പറയത്തില്ലേ, സത്യം പറഞ്ഞാൽ ഇതാണ് അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതേപോലെ തന്നെയാണ് ഇപ്പം അടുത്ത ഒരു എന്താ പറയുക, ഇങ്ങനെയാണ് ത്രാസിൽ ഇങ്ങനെ നിൽക്കുന്ന രണ്ടാമത്തെ കേസാണ് ഈ പറഞ്ഞതുപോലെ നമ്മളെ അതിജീവിതയുടെ മറ്റൊരു കേസ്, ദിലീപിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനീതിയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ അതിന് കൂടിയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൾസർ സുനി സംസാരിച്ചിരിക്കുന്ന വോയിസ് റെക്കോർഡുകളും ക്ലിപ്പുകളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അല്ലേ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അതെ മാഡം പറഞ്ഞു. അത് പറഞ്ഞത് പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലുന്നുള്ളത്. ഞാൻ വേറെ ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. അപ്പൊ ആണ് പെണ്ണായി. പക്ഷെ ഇത് ഏൽപ്പിക്കണ്ടേ എവിടെയെങ്കിലും? ഇത് കഴിഞ്ഞിട്ടല്ലേ പോകേണ്ടത്. ഇതിപ്പോ നാളെ ഇന്ന് രാത്രിയാണ് സംഭവം. നാളെ എനിക്ക് കൊടുക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്കോ വൈകുന്നേരോ എപ്പോഴെങ്കിലും എനിക്ക് കൊടുത്താൽ മതി. ഫോൺ കൊടുക്കാം. ഫോൺ കൊടുത്തില്ല, മെമ്മറി കാർഡ് പറഞ്ഞ് ഞാൻ ഉള്ളിൽ 2-3 കോപ്പി ചെയ്ത് വെച്ചാൽ 2-3 കോപ്പി ചെയ്തിട്ട് ഓർഡർ മിസ്സായാലും ഓർഡർ അവിടെ കിട്ടും. അതൊക്കെ 3 കോപ്പി എടുത്തു. 3 കോപ്പി എടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തു. ഒന്ന് ലോയറിന് പുറത്തില്ല. അത് ഫേസ് നമ്മൾ ഫേസ് അങ്ങനെ അവർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് നമ്മൾ വെക്കണം. ഇത് മറ്റേ എന്താണ് കേസ് കഴിയുമ്പോൾ തന്നോട്ടോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കേസ് വക്കീലന്മാർ ചെയ്യും. അവരവരവിടെ വെക്കും, അവരത് വെച്ച് കൂട്ടും. നമ്മൾ രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ തരും. നമ്മൾ ഈ സാധനം സ്റ്റേഷനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. ഞാൻ അതെല്ലാ സാധനം അവിടെ ഇടും. ഇത് നമുക്ക് ഓൾറെഡി 28 വയസ്സിന് മുമ്പ് അറിയാവുന്ന കാര്യമല്ലേ. ഇത് കോപ്പി ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിൽ ഇട്ടാണോ കോപ്പി? മൊബൈലിൽ. 3 മെമ്മറി കാർഡ് ഒക്കെ കയ്യിലുണ്ടായിരുന്നോ? ഫേസിന്റെ ഉള്ളിൽ ഓർമ്മ പഠിച്ചു, ഓർമ്മ അടച്ചു. ഞാൻ ഫേസ് ചെയ്യിച്ചു. ഞാൻ ബാക്കി എന്റെ കയ്യിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്നുള്ളത്. പല കേസുകളിലും അത് തെളിയിക്കപ്പെടാതെ പോവുകയും പ്രതികൾ വെറുതെ വിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല മുൻപുള്ള കേസുകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ഇരുവരും തമ്മിലുള്ള ഗൂഢാലോചന, സാഹചര്യ തെളിവുകൾ, അതോടൊപ്പം ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ബാങ്ക് രേഖകളൊക്കെ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കാര്യമാണ്. ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതൊരു 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ ആയിരുന്നു. ആദ്യഘട്ടത്തിൽ അത് 1.5 കോടിയാണെങ്കിലും ഇത് കേസായി കഴിഞ്ഞാൽ പിന്നീട് അതിൽ 3.5 കോടി നൽകാമെന്ന് ദിലീപ് പൾസർ സുനിയോട്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശരിക്കും ദിലീപിന് ഇതിനകത്തുള്ള പങ്ക് എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ എണ്ണി ഇതിൽ വ്യക്തതയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തുതരാം. കാര്യം ഇതിൽ പറയുന്ന ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല, ദിലീപിനെ ഇതിൽ കുറ്റക്കാരനമാക്കണം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നാണ് പല ആൾക്കാരും ചോദിച്ചത്. അതായത് 90% ആൾക്കാരും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ പറയാനുള്ളൊരു കാര്യം, പൾസർ സുനി എന്നൊരു വ്യക്തി ഈ പറഞ്ഞ അതിജീവതയെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, എനിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും, ഇന്ന് പോയിട്ട് ഒരാളെ പീഡിപ്പിച്ചിട്ട് വരാമെന്ന രീതിയിൽ പോയതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മാത്രം പോവേണ്ട സ്ഥലത്ത് എന്തിനു വേണ്ടി പകരം 6 പേരായിട്ട് അല്ലെങ്കിൽ 7 പേരായിട്ട് ഇവർ പോയേക്കണത്? അപ്പോൾ കറക്റ്റായിട്ടുള്ള നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടല്ല ഈ ഒരു പീഡനം ഇതുമായിട്ട് മുന്നോട്ട് പോയേക്കണം. കാര്യം ഈ ഒരു കേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കോടതി അങ്ങനെ രീതിയിലേക്ക് പോകത്തില്ല എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഭീഷണിപ്പെടുത്താനായിരിക്കില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുന്നത്. പിന്നെ അതിൽ പറയുന്നുണ്ടല്ലോ ദിലീപിനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ്, പൾസർ സുനി പറയുന്നുണ്ട് ദിലീപിനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതൊക്കെ എങ്ങനെ തേച്ച് മായ്ച്ച് കളയാൻ പറ്റും? പിന്നെ കുറേ പേർക്ക് ലക്ഷങ്ങളും സെൻറ്റുകളും ഭൂമികളും അതായത് വീടുകളും കൊടുത്ത കണക്കുകളും ഇപ്പോൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് തിരക്കിതിൽ കുറ്റവാളി എന്ന് പറഞ്ഞാൽ പിന്നെ ദിലീപേട്ടനോടുള്ള ആരാധന മൊത്ത് കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നിയിട്ടുള്ള സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ്. ഓക്കെ, അപ്പം തെറ്റു ചെയ്തു എന്ന് അറിയപ്പെട്ടിട്ടും കാര്യം വ്യക്തമായ പ്രൂഫുകൾ ഉണ്ടായിട്ടും സഹപ്രവർത്തകർ തന്നെ
എന്താ പറയുക, മറുവശം തിരിഞ്ഞിരിക്കുക എന്ന് പറയത്തില്ലേ, അതായത് പണമുണ്ടോ പ്രതാപമുണ്ടോ അവരുടെ കയ്യിൽ പോവാന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, അപ്പം ദിലീപ് ഇപ്പം വലിയ എന്താ പറയുക സിനിമയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണല്ലോ. അപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു കാര്യം. അല്ലെങ്കിൽ മൊഴി മാറ്റി പറയണ്ട, കുറേ നായികമാർ ഇതിൽ മൊഴി മാറ്റി പറഞ്ഞ അതിൻ്റെ ആവശ്യം എന്താണുള്ളത്? സിനിമ കിട്ടില്ല, അതാണ് സത്യം. അങ്ങനെ മൊഴി, ശക്തമായ മൊഴിയിൽ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഇപ്പോൾ സിനിമ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിനോട് കൂടി തന്നെ ഔട്ടായി, ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി, അതാണ് സത്യം. പിന്നെ ഇപ്പോഴും കൃത്യമായ നിലപാടോട് നിൽക്കുന്ന ഒരാളുണ്ട് പൃഥ്വിരാജിനെ കുറിച്ച് അഖിൽമാരാർ കുറേ നിലത്തിട്ട് അടിക്കുന്നുണ്ട്. അഖിൽ മാരാർക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് യോഗ്യതയാണുള്ളത് പൃഥ്വിരാജിനെ കുറിച്ച് പറയാൻ വേണ്ടി. പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ വേണ്ടി ഒരാൾക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്തിട്ടില്ല, പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ എടുത്തിട്ടില്ല. എങ്ങനെ സിനിമ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അഖിൽമാരാണോ? അല്ല, പൃഥ്വിരാജാണ്. ഓക്കെ, പിന്നെ അഖിൽമാരാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ മുള്ളൻകൊല്ലി സിനിമ തൊട്ട് ഇറങ്ങിയിട്ടുണ്ട്, വിവാദത്തിലാക്കി സിനിമ അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞു പോയല്ലോ, നന്നായെന്നേ പറയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ എന്തൊക്കെയാണ് ബാക്കി വെച്ചത്? ചർച്ചകളും കാര്യങ്ങളാക്കിയിട്ട് കുറേ റിപ്പോർട്ട് അടിച്ച് അടക്കിയിട്ടില്ലെന്നോ നമ്മളെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിലെന്താണ് പറയാനുള്ളത്? ഇല്ല. അപ്പോൾ ഈ പറയുന്ന അഖിൽമാരാറായിക്കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നു അല്ലേ. അപ്പോൾ അതിലൊന്നും ഉറച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൈ പിടിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം അല്ലെങ്കിൽ ദിലീപ് ഏട്ടൻ്റെ വേണ്ടി ഇപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാരായ ഒരാൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഹോളുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതുതന്നെയാണ് അഖിൽമാരാറും കാണിക്കുന്നത്. എപ്പോഴും നിലനിൽപ്പിന് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ഒരു കേസിൽ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ വാരി തേച്ച് സംസാരിക്കുന്ന ഒരു പ്രതീതി തന്നെ ഇതിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ പൃഥ്വിരാജിനെ പോലെ തന്നെ ഒരാളെങ്കിലും ഉണ്ടല്ലോ. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. കാര്യം കുറേ നിർമ്മാതാക്കളും കൂടിയുള്ള സഹപ്രവർത്തകരൊക്കെ എന്താ പറയുക ദിലീപിനെ സപ്പോർട്ട് ചെയ്തും അതിജീവതയെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റും. കാര്യം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്ര പേര് ഇതേപോലുള്ള കേസുകൾ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മുൻപുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം ഫിലിം ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വല്ല വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളൂ എന്നുള്ളത്. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പം ഇതിലൊരു പുതുമയായിട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. അതുകൊണ്ടായിരിക്കില്ലേ പല സംവിധായകന്മാരും സഹപ്രവർത്തകരും ഒക്കെ ഈ ഒരു രീതിയിൽ സംസാരിച്ചേക്കണം. അല്ലാന്നുള്ള രീതിയിലാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ്? കാരണം ഇത്രയും കുറ്റം ചെയ്തിട്ടും ആർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യണേ? പിന്നെ അമ്മ എന്നുള്ള സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ ഇപ്പോഴും പകുതിയും ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിജീവിതമൊക്കെ കൂടിയിട്ട്. അപ്പം അതൊരു കൃത്യമായ ധാരണയില്ലാതെ അമ്മയിലേക്ക് കൂടെ എൻട്രി ചെയ്യിക്കാനുള്ള കാര്യം എന്താണ്? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതമൊക്കെ ഒരു സൂചിമുട്ടിൻ്റെ വില പോലും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണോ? ഇല്ല, അത്രേ പറയാനുള്ളൂ. അപ്പം ഇപ്പോഴും പറയുന്ന ആരാണ്? കാര്യം പൾസർ സുനിയൊക്കെ 8 വർഷം വിലസി ഇപ്പോഴും ആ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു രീതി നോക്കിയിട്ട് സിനിമ നടന്മാർക്കുണ്ടോ ഇത്രയും വലിയ പവർ? അത്രേ പറയാനുള്ളൂ. അപ്പം അവർക്കറിയാം ഇനിയിപ്പോൾ കേസിൽ ഇനിയിപ്പം വിധി വരുന്നുണ്ട്. വിധി വന്നു കഴിഞ്ഞാലും എന്താ പറയുക അങ്ങേയറ്റൊന്നും പോകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. ഇപ്പോഴും പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം ഇതെന്താണെന്ന് ഇപ്പോൾ തട്ടിയും മുട്ടിയും പോയി കുറച്ചാലും ജയിലിൽ കിടന്ന ജയിലിൽ സുഖമായ ഭക്ഷണം കഴിച്ച് തടിച്ച് വീർത്തിട്ടിങ്ങ് ഇറങ്ങി പോരാന്നുള്ള രീതിയിലല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിൽ എന്താ പറയുക കൂടുതൽ ആൾക്കാരാണ് ഇതിനിങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ദിലീപേട്ടൻ അങ്ങനെയാണ്, ദിലീപേട്ടൻ്റെ സിനിമ, ദിലീപേട്ടൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ ദിലീപേട്ടനോട് സ്നേഹം ഒത്തിരി കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പറയാനുള്ളൊരു കാര്യം, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ. കാര്യം നമ്മുടെ വീട്ടിലും ഓരോ സ്ത്രീകൾ, നമ്മളെ അമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, മകളായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ ആൾക്കാർക്കും എന്താ പറയുക ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലല്ലേ നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല പുതിയ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഈ സിനിമയൊക്കെ നമ്മളൊന്ന് കാണാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. ശരിക്കും നമ്മളെ കൊണ്ട് കാര്യം കോടതി വിധിയും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല, എന്താ പറയുക നേടിയെടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. സിനിമ കാണാതിരിക്കുക, എന്താ കാണാതിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് എന്താ പറയുക അവരോട് നമുക്ക് പൊരുതി ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നോക്കാം നമുക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, കോടതി വിധി എന്തോ ആയിക്കോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഏത് കാലത്താണെങ്കിലും ശിക്ഷ നമുക്കത് കിട്ടിയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് കാര്യം ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ കൂടുതലും കാര്യം? ഇപ്പോഴും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ഇതിൽ കൂടുതൽ ആൾക്കാർ ഇപ്പം എൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ കാണുന്നവരിൽ കുറച്ച് ആൾക്കാർ ഇപ്പം എനിക്കറിയില്ലല്ലോ നിങ്ങൾ ആരെയാണ് കാണുന്നത്, ദിലീപിനെയാണോ അല്ലെങ്കിൽ അതിജീവിതയാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരേക്ക്